നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയുമായി ഇന്ത്യ. 2 വർഷത്തിന് ശേഷം ഇന്ത്യ രാജ്യാന്തര വിമാന സർവീസ് ഈ മാസം 27 മുതൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഷെഡ്യൂൾ ചെയ്ത രാജ്യാന്തര യാത്രാ സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം രാജ്യാന്തര യാത്രകൾക്കുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ COVID-19 മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും രാജ്യാന്തര സർവീസുകൾ ഉണ്ടാകുക. കഴിഞ്ഞ മാസം 28-ന് സാധാരണ യാത്രാ വിമാനങ്ങൾക്കുള്ള നിരോധനം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടിയിരുന്നു. എയർ ബബിൾ കരാറുകൾ അവസാനിപ്പിക്കാൻ ജനുവരി 31-ന് ഇന്ത്യ ലക്ഷ്യമിടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നാലെ ഒമിക്രോൺ കേസുകളുടെ വർധനവ് കാരണം ഇത് നീട്ടിവെക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ നവംബറിൽ ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ നൽകുന്നത് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 മാർച്ചിന് മുമ്പ് രാജ്യാന്തര യാത്രക്കാർക്കായി 5 ലക്ഷം സൗജന്യ വിസകൾ നൽകുമെന്ന് കഴിഞ്ഞ വർഷം സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. 2020 ഏകദേശം 6.33 ദശലക്ഷം രാജ്യാന്തര വിനോദസഞ്ചാരികളും പ്രവാസി ഇന്ത്യക്കാരും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2021 മുതൽ എയർ ബബിൾ ക്രമീകരണങ്ങൾക്ക് കീഴിലാണ് ഇന്ത്യൻ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. UAE, അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, കാനഡ, എത്യോപ്യ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറാഖ്, ജപ്പാൻ, കസാഖിസ്ഥാൻ, കെനിയ, കുവൈറ്റ്, മാലദ്വീപ്, മൗറീഷ്യസ്, നേപ്പാൾ, നെതർലാൻഡ്സ്, നൈജീരിയ, ഒമാൻ, ഖത്തർ, റഷ്യ, റുവാണ്ട, സൗദി അറേബ്യ, സീഷെൽസ്, സിംഗപ്പൂർ, ശ്രീലങ്ക, സ്വിറ്റ്സർലാൻഡ്, ടാൻസാനിയ, യുക്രൈൻ, യുണൈറ്റഡ് കിങ്ഡം, US, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യക്ക് എയർ ബബിൾ സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ കൊറോണ വ്യാപനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരുന്ന നിബന്ധനകളെല്ലാം എടുത്തുമാറ്റിയിരിക്കുകയാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും. അബുദാബി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ PCR പരിശോധനയുടെ ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. നിലവിലുള്ള യാത്രാ നിബന്ധനകളിൽ മാറ്റം വരുത്തി ഔദ്യോഗിക വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേയ്സാണ് വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വാക്സിൻ എടുത്തവരും അല്ലാത്തവരുമായ യാത്രക്കാർക്കും ഈ ഇളവ് ലഭിക്കുമെന്നും എയർവേസ് വ്യക്തമാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഭരണകൂടം പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇവിടെയുള്ള പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് സ്വന്തം ചെലവിൽ PCR പരിശോധന നടത്താനും സാധിക്കുന്നതായിരിക്കും. നിർബന്ധമില്ല എങ്കിലും ആവശ്യമെങ്കിൽ സ്വന്തം ചെലവിൽ പരിശോധനയ്ക്ക് വിധേയമാകാനും സാധിക്കും. ഇതിന് 40 ദിർഹം നൽകേണ്ടി വരുമെന്നും ഇത്തിഹാദ് എയർവേസ് വക്താവ് അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.